ഇവിടെ കിടക്ക. മോതിരം എന്റെ കയ്യിലുണ്ട്. എന്റെ തീരുമാനം ഇപ്പൊ ഇവിടെ നിന്ന് ആരും എവിടെയും പോകണ്ടെന്നാ. നിങ്ങൾക്കെല്ലാവർക്കും പഴയതുപോലെ ഇവിടെ തന്നെ കഴിയാം. അത് മാത്രമല്ല, ഇന്നു മുതൽ കല്യാണിക്ക് എന്റെ മുന്നിൽ നേരിട്ട് തന്നെ വരാം. എന്നോട് സംസാരിക്കാനും വിരോധമില്ല. പിന്നൊരു കാര്യം, ഇന്നിവിടെ ഈ വിഷയം തീർന്നിരിക്കുക. മോളെ, അനിയൻകുട്ടൻ ഉറങ്ങിയോ? നന്നായി. നിന്നോട് സ്വകാര്യമായി ചോദിക്കാൻ ഞാൻ കാത്തിരുന്നതാ. അഖിലമ്മയുടെ നിന്നോടെന്താ പറഞ്ഞേ? അച്ഛനോട് പറഞ്ഞേ? അത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അച്ഛാ. ഓഹോ, അത് കൊള്ളാം. നീ എപ്പോൾ എന്നോട് കള്ളം പറയാനും തുടങ്ങിയല്ലേ? നോക്ക്, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് കരുതണ്ട. സത്യം പറയടേ, ആ ഫോട്ടോ ഇങ്ങനെ വന്നേ? നീയും അനിയും കുഞ്ഞായിട്ടുള്ള ഫോട്ടോ? മുടങ്ങിപ്പോയ നിശ്ചയം 7 ദിവസത്തിനുള്ളിൽ നടക്കണം. നീ വേണോ അത് നടത്താൻ? തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മകൻ ഒരു ഡ്രൈവറുടെ മോളെയും പ്രേമിച്ചിട്ടില്ല. വെറുതെ അങ്ങനെ പറഞ്ഞതാണെന്ന് നീ തന്നെ എല്ലാവരോടും പറയണം. ഇന്നു മുതൽ 7 ദിവസം, അതിനുള്ളിൽ അരവിന്ദും നന്ദനയും സ്വന്തം ഇഷ്ടപ്രകാരം ഈ നിശ്ചയത്തിന് സമ്മതിച്ച് എന്റെ മുന്നിൽ വന്നിരിക്കണം. ഇല്ലെങ്കിൽ ഈ തൃച്ചംബരം തറവാട്ടിൽ നിന്നും ഒരാൾ 6 അടി മണ്ണിൽ പോയിരിക്കും. ഇത് സത്യം. എന്തിനാ പിന്നെ അതൊക്കെ തന്നെ പറയുന്നേ? എന്നോട് ആരും ഒരു നെറുകേടും കാണിച്ചിട്ടില്ല. എനിക്കതിനെ കുറിച്ചൊന്നും കേൾക്കണതും ഇഷ്ടമല്ല. ദേവി ഇത് ഇവിടെ നിന്ന് പോയി തരുമോ? പ്ലീസ്. ഹലോ, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അത്രയും പേരുടെ മുന്നിൽ വെച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞതേ നിന്നെ എനിക്ക് കെട്ടിക്കോളാൻ വയ്യാണ്ടല്ല. നന്ദനായിട്ടുള്ള കല്യാണം എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ടാ. അത് മുടക്കായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ ഇപ്പൊ ആളുകളൊക്കെ ഓരോന്ന് പറയുമ്പോ എൻ്റെ ഉള്ളിലൊരു ഭയം. ഞാൻ കാരണം നിന്റെ ഭാവി ഇല്ലാതെ ആവുമെന്ന്. ഇതാ ഇപ്പൊ നന്നായേ. ആളുകൾ ഓരോന്ന് പറയണ കേൾക്കുമ്പോ എന്നാ പിന്നെ കല്യാണം കഴിക്കാന്ന് അല്ലേ? ഇത് നല്ല ആലോചനയാ. ബെസ്റ്റ് ആയി പോയി. നീ കൂടുതൽ പറയണ്ട ദാസേട്ടാ. ഞാൻ പറയുന്നത് ദാസേട്ടന് മനസ്സിലാവുന്നുണ്ടല്ലോ. ദാസേട്ടൻ തന്നെ ഇവളോടൊന്ന് പറഞ്ഞു കൊടുക്ക്. ഇല്ല നീ കുഞ്ഞെ, കുഞ്ഞിനോളം അറിവും വിദ്യാഭ്യാസവും ഒന്നും എനിക്കില്ല. പണ്ട് കുഞ്ഞിനെ ഞാൻ ഒരുപാട് പ്രാവശ്യം ഈ തോളിലേറ്റി നടന്നിട്ടുണ്ട്. കുട്ടിയായിരുന്നപ്പോഴേ ഇങ്ങനെയാ, എല്ലാത്തിനും വാശി പിടിക്കും. അതിനുവേണ്ടി അടിയും വഴക്കും ഉണ്ടാക്കും. അത് സാധിച്ചു തരുമ്പോൾ പിന്നെ മറ്റൊന്നിനാവും വാശി. ഇപ്പോൾ ഈ കാര്യത്തിലും അതേ വാശിയാണ് കുഞ്ഞ് കാണിക്കുന്നത്. വാശിക്ക് നാശം എന്നാ പ്രമാണം. ദാസേട്ടാ, ഞാൻ പറയുന്നു ഒന്ന് നോക്കൂ കുഞ്ഞെ, ഇപ്പം ഞാൻ ഈ രൂപത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് ഈ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി അമ്മയുടെ നല്ല മനസ്സുകൊണ്ടാണ്. കുഞ്ഞിവിടെ വന്നത് ആരെങ്കിലും കണ്ട അത് മതി, എല്ലാം തീരാൻ. ദയവി ഇത് കുഞ്ഞൊന്ന് പോയി തരണം. വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം.
ദാസേട്ടൻ എന്തായി കാണിക്കുന്നത്? ദാസേട്ടൻ പേടിക്കണ്ട, ഈ കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞ് എങ്ങനെയും സമ്മതിപ്പിക്കാം. എന്തിന്? മാഡം പറയണ പോലെ അനിയും കുഞ്ഞ് നന്ദന മാഡത്തിനെ കല്യാണം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ. അതെന്താ ചെയ്യാത്തെ? ഇതെന്റെ ഏട്ടന് വേണ്ടി തന്നതാ. കാരണം ആ മനുഷ്യൻ നിന്നെ ഇതേവരെ അടിച്ചിട്ടില്ല, ഒരു വിരൽ തുമ്പ് കൊണ്ട് പോലും നോവിച്ചിട്ടില്ല. അതിന്റെ കുഴപ്പം ഇപ്പൊ നീ കാണിച്ചത്. നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും നിന്നെ ഒന്ന് ശകാരിക്കുക പോലും ചെയ്യാതെ ഒരു കൂട്ടുകാരനെ പോലെ തോളത്ത് കൈയിട്ട് സമാധാനിപ്പിക്കുന്ന ആ മനുഷ്യന്റെ നെഞ്ചിലെ പിടച്ചില് അത് കാണാനുള്ള കഴിവാ നിനക്കില്ലാതായിപ്പോയത്. പക്ഷേ എനിക്കത് കേൾക്കാൻ പറ്റും. കാരണം എനിക്ക് ആ മനുഷ്യൻ വേറെ ഏട്ടനല്ല, എന്റെ അച്ഛനെ പോലെയാ. എല്ലാം ഉള്ളിലൊതുക്കി സഹിക്കുന്ന എന്റെ ഏട്ടൻ ഇതുവരെ ഒന്ന് കരഞ്ഞുപോലും ഞാൻ കണ്ടിട്ടില്ല. ഇന്ന് നീ ആ കണ്ണുകൾ നിറയിച്ചു. ഒരിക്കൽ ഹാർട്ട് അറ്റാക്ക് വന്ന മനുഷ്യനാണെന്ന് പോലും നീ ഓർത്തില്ലല്ലോടാ. ഛേ, ഇപ്പോഴെങ്കിലും കവളി നിനക്കൊന്ന് തന്നില്ലെങ്കിലേ ഞാൻ ആ മനുഷ്യന്റെ കൂടപ്പിറപ്പാന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ലാതായിപ്പോ. അതാ ഇളയച്ച, ഞാൻ പോടാ അവിടെ. ഇവിടെ ഇതെന്തോ കാര്യമായ പ്രശ്നം നടക്കുന്ന ലക്ഷണമാണല്ലോ. എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് കൊച്ചമ്മ ഇതുവരെ ഇറങ്ങി വരുന്നുമില്ല. എന്തായിരിക്കും അഖിലാണ്ടേശ്വരിയുടെ പ്ലാൻ? ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നുമില്ലല്ലോ. ഇനി ഇവൻ അടുത്ത വല്ല കുരുക്കും ഒപ്പിച്ചോന്നാ സംശയം. ഏതായാലും കൊച്ചമ്മ എഴുന്നള്ളി വാ തുറന്ന് പറഞ്ഞാലല്ലേ അറിയാൻ പറ്റൂ. ഇതെന്താ ഇതുവരെ വരാത്തത്? ഞങ്ങൾ എല്ലാവരെയും ഇവിടെ വരാൻ പറഞ്ഞത് ഒരു പ്രത്യേക കാര്യത്തിനാ. ദാസേട്ടാ, മാഡം, തൃച്ചംബരത്തുണ്ടായ അപമാനത്തിന്റെ വേദന ഇതുവരെ മാറിയിട്ടില്ല. ഒപ്പം സ്വന്തം മകളുടെ ഭാവി എന്താണെന്നോർത്ത് വിലപിക്കുന്ന ഒരു അച്ഛന്റെ ചങ്കിടിപ്പ് എനിക്ക് കേൾക്കാം. അതുകൊണ്ട് തന്നെ ദാസേട്ടന്റെ സങ്കടം മാറ്റാൻ ഞാനും കൃഷ്ണേട്ടനും കൂടി ഒരു തീരുമാനം എടുത്തിരിക്കുക. എനിക്കറിയേണ്ടത് ഞങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന് ആർക്കെങ്കിലും വല്ല എതിർപ്പും ഉണ്ടാവുമെന്ന. അമ്മ എന്ത് തീരുമാനിച്ചാലും അത് ഞങ്ങൾക്ക് സമ്മതം. അതിൽ ഒരു സംശയവും ആവശ്യമില്ല. ഏട്ടത്തി അങ്ങനെ കുടുംബത്തിന്റെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന തീരുമാനങ്ങളൊന്നും എടുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഈ ടെൻഷനൊന്നും മാറുമായിരുന്നു. അനിയും കുഞ്ഞിനെ നന്ദന മാഡത്തിനെ ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചിരിക്കുന്ന അത് നടന്നില്ലെങ്കിൽ കല്യാണി പിന്നീട് ഈ ലോകത്തുണ്ടാവില്ല.